ഞാൻ ഇവിടെ പോവുകയാണെന്നാണോ നിങ്ങൾ ചിന്തിക്കണേ? ഒന്നുമില്ലടോ, കുറേ കാലമായി നമ്മളൊന്ന് ബീച്ചിൽ പോയിട്ട്. പറയുമ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്തൊക്കെ തന്നെയാണ്, പക്ഷെ നമ്മൾ കുറേ കാലമായി പോയിട്ട്. അപ്പോൾ ഫ്രണ്ട്സുകളൊക്കെ കൂടെ ഒന്ന് പോവാൻ വിചാരിച്ചു. ബീച്ചിലെത്തി കഴിഞ്ഞപ്പോഴാണ് ഇന്ന് ഞായറാഴ്ച എന്നുള്ള ഒരു ഓർമ്മ വന്നത്. അത് കാരണം അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ബീച്ചിൽ. അങ്ങനെ ഇങ്ങനെ നടന്ന് ഉണ്ണികളുടെ പാർക്കിൻ്റെ സെക്ഷനിലേക്ക് പോവാട്ടാ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. എനിക്ക് കളിക്കാൻ പറ്റുമൊന്നുമില്ല, പക്ഷെ ഞാൻ വിട്ടുകൊടുത്തില്ല. ഞാൻ അതിൽ കണ്ടതിലൊക്കെ വലിഞ്ഞ് കയറി. നമുക്ക് നോക്കാം. വലിയ ആളെപ്പോലെ ആ കറങ്ങണയിലൊക്കെ കയറി, പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തല കറങ്ങി ഗൈസ്. അങ്ങനെ എന്നോട് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഈ ഇതിൽ കയറിക്കുവന്നു. നോക്കുമ്പോൾ ഊഞ്ഞാലേ കയറിയപ്പോൾ വലിയവർക്കൊന്നും കയറാൻ പറ്റില്ല. കാരണം നമ്മൾ കാര്യമില്ല, നമ്മൾ വലിഞ്ഞ് കയറി. വലുതായിന്ന് വെച്ചിട്ട് നമ്മൾക്കും കയറണ്ടല്ലേ ഊഞ്ഞാലിലൊക്കെ. ഞാൻ അവളോട് പറഞ്ഞിട്ട് ഒന്ന് ആട്ടിത്തരാൻ പറഞ്ഞു. അങ്ങനെ ആട്ടലാണ് തുടങ്ങിയ ആട്ടല്. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട്സുകൾക്ക് മനസ്സിലായിട്ടൊരു നടക്ക് പോവില്ല. അവളുടെ കുട്ടീനെ എൻ്റെ കയ്യിൽ തന്നിട്ട് അവള് പറഞ്ഞു ഈ നടന്നോ, നമുക്ക് കടപ്പുറത്ത് പോയിരിക്കാൻ പറഞ്ഞു. ഐസ്ക്രീം മേടിച്ചാൽ തന്നെ പറ്റിച്ച് കൊണ്ടുപോവേ. ഐസ്ക്രീം അങ്ങനെ ഐസ്ക്രീം. പിന്നെ എനിക്കവിടെ കളിക്കാൻ പറ്റിയൊന്നുമില്ലല്ലോ. ഒരു സമാധാനത്തിന് അങ്ങനെ നടക്കേ. ഐസര കണ്ടപ്പോൾ ഞാൻ എൻ്റെ തനി സ്വഭാവം എടുത്തു. കൂട്ടുകാരത്തിലെ കുട്ടീനെ വിളിച്ച് ഓടിപ്പോയി ഐസൊക്കെ മേടിച്ചു തന്നുട്ടാ. ഫ്രണ്ട് ഐസ് മേടിച്ചു തന്നു. നമുക്ക് തിന്നാൻ മാത്രമല്ല അറിയാമല്ലോ, നമുക്കറിഞ്ഞ് മേടിച്ചെടുക്കാനൊന്നും അറിയില്ലല്ലോ. പിന്നെ നമ്മുടെ മഴകന്മാരായ നമ്മളെ ഫ്രണ്ട്സുകളുണ്ടാകും, പിന്നെ നമ്മൾ മേടിച്ചെടുക്കണം അല്ലേ. ഐസെന്നെ നോക്കിയിരിക്കുന്നവരുടെ സഹിക്കാൻ പറ്റില്ല. ഞാൻ വേഗം പൊട്ടിച്ച് തിന്നൽ തുടങ്ങി. അവരൊന്നും ഞാൻ നോക്കിയില്ല. ഐസൊക്കെ തിന്ന് വന്നപ്പോഴാണ് നമ്മളെ താരത്തിന് വേണ്ടേ ഐസ് ഉരുക്കി. അപ്പം അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാവരും ട്രൈ ചെയ്തിട്ടൊക്കെ നമ്മൾ യൂട്യൂബിൽ കണ്ടിരിക്കണ്. നമ്മളും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വിചാരിച്ച് പോയി. അപ്പം ഇക്കങ്ങനെ ഒരു തമാശകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ സ്പൈസി ഐസ് ഉരുക്കാട്ടാ മേടിച്ചേ. കുഴപ്പമില്ല, അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ട്. എൻ്റെ ഫ്രണ്ട്സുകൾക്കൊന്നും ഇഷ്ടമായില്ല, എന്തായാലും നമുക്ക് ഇഷ്ടമായിക്കണ്. പിന്നെ അവിടുത്തെ രണ്ടാമത്തെ സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ അയക്ക പറഞ്ഞു സ്പൈസി ലെമൺ കുലുക്കി സർബത്തുണ്ടെന്ന്. എന്നാൽ അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു നമ്മുടെ കുലുക്കി സർബത്തിന്. എനിക്ക് നല്ല പോലെ ഇഷ്ടമായി. ഐസ് ഇരിക്കണേക്കാട്ടും കൂടുതൽ ഇഷ്ടമായി എനിക്ക്. എരിവും പുളിയും ഒക്കെ വന്നിട്ടുള്ള നല്ല ടേസ്റ്റ് ഉണ്ടായി. ഒക്കെ ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം നമുക്ക് നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ, സീ യു.